ഒട്ടും കയ്പില്ലാതെ നല്ലൊരു കൈപ്പക്ക പച്ചടി റെഡിയാക്കി എടുക്കാം. ആദ്യം കൈപ്പക്ക കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സറി ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും കുറച്ച് കടുകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി തേങ്ങ എടുത്ത അതേ അളവ് തന്നെ തൈര് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ നമ്മൾ വറുത്ത് വെച്ച കൈപ്പക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കളറിലാണ് കൈപ്പക്ക ഉണ്ടാവുക. കുറച്ചൊരു ബ്രൗൺ കളർ വരെ വറുത്തെടുക്കണം. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ കൈപ്പക്ക വറുക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് അത് വറുത്തെടുത്തത്. അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വറുത്തിടാൻ വേണ്ടി വെളിച്ചെണ്ണയിലേക്ക് കടുകും തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച ശേഷം പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും കയ്പില്ലാത്തത് കൊണ്ട് തന്നെ ചോറിന് വേറെ കറീന്റെ അന്ന് ആവശ്യമില്ല. ഈ ഒറ്റ കറി മതിയാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.